ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും ഉണ്ടാക്കിയാലോ? അപ്പോൾ ഞാൻ ഇവിടെ ചിക്കൻ മേടിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഫ്രൈക്ക് വേണ്ടിയിട്ട് തോലുള്ള ചിക്കനാണ് മേടിക്കുന്നത്. അല്ലാണ്ട് ഞാൻ ഫുൾ ചിക്കൻ ഇങ്ങനെ കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് നല്ല നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലെ നല്ല പീസാക്കിയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഫസ്റ്റ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് അലിഞ്ഞ് വരുമല്ലോ, അപ്പം എടുക്കാനും സിമ്പിളായിരിക്കും കേട്ടോ. ഇനി നമുക്ക് അതിനുശേഷം നമ്മുടെ മറ്റേ ചിക്കൻ ഇല്ലേ, തോലുള്ള ചിക്കൻ, ഇത് ഫസ്റ്റ് ടൈം ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇത് എടുക്കാൻ തന്നെ ഒരു മടിപ്പായിരുന്നേ. കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇപ്പോഴൊക്കെ കിട്ടുമായിരിക്കും, മുന്നൊന്നും ഇങ്ങനെ കിട്ടത്തില്ലല്ലോ. അപ്പോൾ എനിക്ക് കയ്യിലെടുക്കുമ്പോഴൊക്കെ എന്തോ പോലെ ആയിരുന്നേ. ഇപ്പം അങ്ങ് പ്രാക്ടീസ് ആയി കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്യാനാണേ. അപ്പോൾ അതിനെ നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഇതിൻ്റെ തൊലി ഉരിക്കാനൊക്കെ ആദ്യം എനിക്ക് എന്തോ ഒരു അറപ്പ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അതൊക്കെ മാറി. ഇപ്പം ഞാൻ സിമ്പിളായിട്ട് അതിൻ്റെ തൊലിയൊക്കെ ചെടുക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയാണ് ഇങ്ങനെ വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെക്കുമ്പോൾ തന്നെ അതിൻ്റെ സിമ്പിളായിട്ട് ഇങ്ങനെ ഉരിഞ്ഞു വരും കേട്ടോ അതിൻ്റെ തൊലി. റോസ്റ്റഡൊക്കെ ഉണ്ടാക്കുന്നവർക്ക് തൊലിയോട് കൂടി ഉണ്ടാക്കുവാണെങ്കിൽ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് എടുത്തുണ്ടാക്കിയാൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഇത് വൃത്തിയാക്കിയൊക്കെ വന്നപ്പോഴേക്കും വീഡിയോ എടുക്കുന്ന കാര്യം അങ്ങ് വിട്ടുപോയി കേട്ടോ. മസാല ഒക്കെ ചേർത്ത് വന്നിട്ടാണ് ഓർത്തത്, അല്ലാ വീഡിയോ എടുത്തില്ല എന്ന് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഫോണും പൊക്കി പിടിച്ച് വന്നിട്ടുണ്ടേ. അങ്ങനെ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, കറി മസാല, പിന്നെ കുറച്ച് കോൺഫ്ലോറും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു നല്ല മുരിമുരിപ്പ് കിട്ടാനായിട്ട്. ഉപ്പും ചേർത്തേ. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണേ. എനിക്കിത് മിക്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാത്തിലും ഇങ്ങനെ അരപ്പൊക്കെ തേച്ച് പിടിപ്പിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കരിയപ്പലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണി ഇവിടെ കഴിഞ്ഞ കേട്ടോ. കരിയപ്പലയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുവാണെങ്കിൽ ആ ഉപ്പും എരിവും ഒക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കുകയെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അങ്ങനെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ഈ കോൺഫ്ലോറിന് നല്ല ഒരു മൊരുമൊരുപ്പും കിട്ടും കേട്ടോ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോഴത്തേക്കും. പിന്നെ നിങ്ങൾ എൻ്റെ ഈ വാചകമടി കേട്ടോണ്ടിരിക്കാണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ്റെ ലെഗ് പീസുകളെല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കാവേ. ഇവിടെ ലെഗിനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ അടി. പക്ഷെ എനിക്ക് ലെഗ് പീസ് ഇഷ്ടമല്ല കേട്ടോ. എന്നെപ്പോലെ ലെഗ് പീസ് ഇഷ്ടമല്ലാത്തവരെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അങ്ങനെ ചിക്കൻ പീസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരട്ടെ കേട്ടോ. ഞാൻ എത്രത്തോളം സ്പേസ് ഉണ്ടോ അത്രത്തോളം ചിക്കൻ പീസ് അതിനകത്തേക്ക് കുത്തി നിറച്ചിട്ട് കൊടുക്കാൻ നോക്കുമായിരുന്നു കേട്ടോ. എന്നാലും 2 സെക്ഷനായിട്ടേ പൊരിക്കാൻ പറ്റുള്ളായിരുന്നു. അങ്ങനെ വീണ്ടും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ഈ കിടന്ന് മൊരിയുന്നത് എന്താണെന്നല്ലേ, നമ്മുടെ ചിക്കൻ കറി വെക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ കറി വെക്കുന്നത്. അങ്ങനെ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ കറി വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടോ, നമ്മുടെ ചിക്കൻ ഫ്രൈ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ ചിക്കൻ. നല്ല മൊരുമൊരുപ്പും നല്ല സോഫ്റ്റും ഒക്കെ ആയിരുന്നു കേട്ടോ. ചൂടായതുകൊണ്ട് പിച്ചാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക്